സുപ്പേ ഇന്ന് ഇത്തിരി ധൃതിയിലാണ് കേട്ടോ. ഞാൻ വിചാരിച്ചു നമുക്കിന്ന് നമ്മുടെ കുഞ്ഞടുക്കളയിലെ വിശേഷങ്ങളൊക്കെ കാണിക്കാമെന്ന്. ഓ പിന്നെ തള്ളി മറിക്കുകയല്ലേ അടുക്കളയിൽ കിടന്നല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഉണ്ട് കേട്ടോ. എല്ലാവരും സുഖമായിട്ടും സന്തോഷമൊക്കെ ആയിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. നമുക്കും ഇവിടെ സുഖം തന്നെ. വീഡിയോ ഒക്കെ കണ്ട് എല്ലാവരും സപ്പോർട്ടൊക്കെ ചെയ്യുന്നുണ്ട്. ഏവയുടെ ചുമ്മാ കള്ളത്തരം അല്ലേ. അപ്പോഴും നമുക്കിന്ന് മത്തിക്കറി വയ്ക്കാം കേട്ടോ. മത്തിക്കറി വയ്ക്കാം. എനിക്കറിയത്തില്ല, ഒരു വല്ലാത്തൊരു അത്ഭുതമൊക്കെ ഇവിടെ നടന്നേ. നമ്മുടെ സരസു ഒരു 7-8 വർഷമായി ഈ വീട് വെച്ചിട്ട്. ഇത്രയും നാളായിട്ടൊരു ഒന്നും മീൻ പോലും കഴുകി തരുന്നിട്ടില്ല. ഇന്നലെ രാത്രിയിൽ എന്തോ ഒരു അക്കിടി പറ്റി വയ്യാതെ കിടന്ന ആള്. എനിക്ക് ഇന്നലെ വയ്യായിരുന്നു കേട്ടോ, തീരെ വയ്യായിരുന്നു. അങ്ങനെ ഞങ്ങൾ നോക്കിയപ്പോൾ ഫ്രീസറിൽ നിന്ന് മീനൊക്കെ വെള്ളത്തിലോട്ട് വറക്കിയിട്ട് ഭയങ്കര മീൻ കഴുകൊക്കെ. പക്ഷെ എനിക്ക് വയ്യാന്ന് അതുകൊണ്ട് ഞാൻ ഇന്നലെ അത് ഞാൻ കഴുകാനും കറി വയ്ക്കാനും ഒന്നും പോയില്ല. അത് നമുക്ക് എന്തെങ്കിലും കറി വെച്ച് കൊടുക്കണ്ടേ. അപ്പോഴും മത്തിക്കറിയാണ്. അത് എല്ലാം അരച്ചൊക്കെ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. വേഗം പണി നടക്കുമല്ലോ. അപ്പോഴും നമുക്ക് മത്തിക്കറി വയ്ക്കാം കേട്ടോ. അപ്പോഴും നിങ്ങളെയും കൂടെ ഞാൻ മത്തിക്കറിയൊക്കെ വെക്കാൻ വിളിക്കുകയാണ്. ഓടി വായും ചാടി ഓടിയൊക്കെ വായും. നമുക്ക് അരച്ചൊക്കെ വെച്ച എളുപ്പമാണല്ലോ. അരച്ച് വെച്ചാലും മീനൊക്കെ കണ്ടിച്ച് വെച്ചാലും ഒക്കെ നമുക്ക് എളുപ്പം നമ്മുടെ ജോലിയൊക്കെ നടക്കുമല്ലോ. കൂരാപ്പാണ് കൂട്ടുകാരെ, കൂരാപ്പാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കുഞ്ഞടുക്കളയെ എന്തുമാത്രം വെട്ടമുണ്ടെന്ന് എനിക്കറിയത്തില്ല. അവിടെ ഇവിടെയെല്ലാം ഞാൻ എന്തായാലും ഒരു 10 ലൈറ്റ് കത്തിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. എൻ്റെ മുഖം നിങ്ങൾക്ക് കാണണ്ടേ. മൂടാപ്പ് കേട്ടോ, വൃശ്ചികം മൂടാപ്പ് എന്ന് പറയും നമ്മൾ. അതാണ് ഇവിടെ നടക്കുന്നത്. അപ്പോഴും മീൻകറിയാണ് നമ്മളിവിടെ തയ്യാറാക്കുന്നത് കേട്ടോ. കൂടെ നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. അതേ നമ്മൾ വെള്ളമൊക്കെ അത്യാവശ്യം കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് നമ്മൾ പച്ചക്കറിയല്ലേ വെക്കുന്നത്. ഇച്ചിരി നീളത്തിലായിക്കോട്ടെ എന്ന് വിചാരിച്ച് കൊല്ലംപുളി വെക്കാന്ന് വെച്ചു. കൊല്ലക്കാരി വയ്ക്കുന്ന കൊല്ലംപുളി വെക്കാന്ന് വിചാരിച്ചതേ. ഇച്ചിരി വെള്ളമൊക്കെ ഒഴിച്ച് ഇച്ചിരി നീട്ടിയൊക്കെ ഒഴിക്കാന്ന് വിചാരിച്ചു. എല്ലാം മഞ്ഞൾപ്പൊടി എല്ലാം ഇട്ട് നമ്മൾ അരച്ചതാണ് കേട്ടോ. ഉപ്പൊക്കെ കുറേശ്ശെ നമുക്ക് ചേർക്കാം. ഭരണി അടുത്തിരിപ്പുണ്ടെന്നും പറഞ്ഞാൽ എല്ലാ വീട്ടമ്മമാരും തട്ടണിയോടെ തട്ടിയിടും കേട്ടോ. അങ്ങനെ ഇടരുത് ഒരിക്കലും കേട്ടോ. അങ്ങനെ ഇടരുത് ഒരിക്കലും. നമ്മളിനി ചട്ടി അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും ഒക്കെ മാറ്റി വയ്ക്കുന്നതാണ് കേട്ടോ. ഇങ്ങേ അറ്റത്തെ ഞാൻ കത്തിക്കത്തില്ല. ഇങ്ങേ അറ്റത്തെ ഞാൻ കത്തിക്കത്തേ. സെറ്റാവട്ടെ. തോരൻ വെക്കണ്ടേ. തോരന് ബീൻസ് വാങ്ങിച്ചിട്ടുണ്ട്, പാവയ്ക്ക വാങ്ങിച്ചിട്ടുണ്ട്. എന്തെങ്കിലും ആകട്ടെ, നമുക്ക് അരിഞ്ഞങ്ങ് തോരനൊക്കെ വയ്ക്കാം അല്ലേ. അപ്പോഴത്തേന് നമ്മുടെ മീൻകൂട്ടൻ ഒന്ന് സെറ്റ് ആവട്ടെ. അവനെ നമുക്കൊന്ന് അടച്ച് വെക്കട്ടെ. അടച്ച് ഇപ്പോൾ തോരൻ അരിഞ്ഞോട്ട് വയ്ക്കാം. തോരൻ്റെ ബീൻസ്. അപ്പോഴിതാ നമ്മൾ മീനൊക്കെ അടപ്പത്ത് വെച്ച് തിളച്ച് വരുന്ന തീ കുറച്ചിട്ടേക്കും. പെട്ടെന്ന് അങ്ങ് അല്ലെങ്കിൽ തിളച്ചു. ചെറിയ തീയിലിട്ടിരുന്നാൽ മതി കേട്ടോ. എടേ ഒട്ടും വെട്ടമില്ലടേ. തെളിച്ചമെന്ന് പറയുന്നതില്ല കേട്ടോ, വെയിലെന്ന് പറയുന്നതില്ല കേട്ടോ. എന്ത് ചെയ്യാം. ബീൻസ് അരി കേട്ടോ. വാലും തലയും എല്ലാം എടുത്ത് കളഞ്ഞിട്ട് നമ്മൾ ബീൻസ് കൂട്ടനെ തോരൻ വെക്കാൻ അരിയുകയാണ്. നമ്മുടെ പഴയ വീട് കിഴക്കുവശത്തായതുകൊണ്ട് ഉണ്ടല്ലോ, ഇങ്ങോട്ട് വെട്ടം കിട്ടത്തില്ല കേട്ടോ. മാറവേലി കുഴപ്പമില്ല. നമുക്ക് വീഡിയോ എടുക്കുമ്പോൾ വെച്ച് വെട്ടമൊക്കെ കുറയുന്നതായിട്ട് തോന്നും. അകത്ത് വെട്ടമുണ്ട്. ബീൻസ് തോരൻ വെക്കാം. അവിടെ എന്താണ് തോരൻ? നിങ്ങളുടെയൊക്കെ വീട്ടിൽ ഇന്ന് എന്താണ് തോരൻ? എല്ലാത്തിനെയും പിടിച്ച് അകത്തിട്ടടേ. എന്നിട്ടാ ഞാനിവിടെ വീഡിയോ എടുക്കുന്നത്. അല്ലെങ്കിൽ ഇവർ ശരിയാവത്തില്ല. ഇവരെല്ലാം ഉണ്ടെങ്കിലുണ്ടല്ലോ 4 വശത്തൊന്നും എന്നോട് സംശയം ചോദിക്കാൻ വരും. അകത്ത് കിടന്ന് വിളിക്കുന്നു, മൈൻഡ് ചെയ്യുന്നില്ല. അവിടെ കിടന്ന് വിളിക്കട്ടെ. ഇല്ലെങ്കിൽ ഉണ്ടല്ലോ ഓരോരോ സംശയങ്ങൾ ഇവർക്കൊക്കെ. അമ്മയ്ക്ക് ഒരു സംശയം, മോക്കൊരു സംശയം, മോനൊരു സംശയം, കെട്ടിയനൊരു സംശയം. സംശയമെല്ലാം തീർത്തു കൊടുക്കേണ്ടത് ഈ പാവൻ. അപ്പം ഞാനിതൊന്ന് അരിയണം. ഇനി തോരന് ചതയ്ക്കണം. ആരുടെയൊക്കെ കാല് പിടിച്ചേച്ച് തേങ്ങ തിരികെ തിരുവെന്നറിയാവും.
കേട്ടോ, സത്യമല്ലേ? നിങ്ങളുടെ വീട്ടിലൊക്കെ ഇങ്ങനെ ഉണ്ടോ? കാല് പിടിക്കണോ? അതോ കെട്ടിയന്മാരാണോ തേങ്ങ തിരികെ തരുന്നേ? ഇവിടെ വെളുപ്പാങ്കാലമാണെങ്കിൽ എന്നെ ഒന്ന് സഹായിക്കും കേട്ടോ, മോനെ വിടാൻ. കുയ് എനിക്കിച്ച് തേങ്ങ തിരികെ തായോ എന്ന് പറഞ്ഞാൽ അന്നേരം ഇരിക്കും കേട്ടോ. ഇച്ചിരി നേരം പുലർന്നു കഴിഞ്ഞാൽ വല്ലവരും ഒക്കെ കാണത്തില്ലേ, അന്നേരം പറയും നീ അങ്ങ് തിരികിക്കോ. ഞാൻ പറയും ഞാൻ തിരികിക്കോളാം. നമ്മുടെ മത്തിക്കുട്ടൻ ഇങ്ങനെ തിളച്ച് പതയൊക്കെ വരുന്ന കേട്ടോ. വയ്യടേ, വീട്ടിൽ ജോലി ചെയ്ത് വയ്യടേ, പണിക്ക് ആളെ വെക്കണം അല്ലേ? നിനക്ക് എന്താണ് ഇവിടെ വേല എന്ന് എല്ലാവരും ചോദിക്കുന്നത്. എൻ്റെ ജോലികൾ, വെളിയിലത്തെ ജോലികളെല്ലാം കഴിഞ്ഞാണ് നമ്മുടെയൊക്കെ അടുക്കളയിൽ കയറുന്നത് അല്ലേ? നിങ്ങൾ അങ്ങനെയൊക്കെയാണോ? ഞാൻ വെളിയിലത്തെ ജോലികളെല്ലാം ഒതുക്കിയിട്ട് അങ്ങ് കുളിക്കും, മീനൊക്കെ വെട്ടി വെച്ചിട്ട്. ഇന്നാണ് നമ്മൾ അടുപ്പിൻ്റെ അടുത്ത് നിന്നാൽ മതി. ഇങ്ങനെ നിന്ന് നമ്മളങ്ങ് പിന്നെ പരിപാലം എന്താ പാചകം. പിന്നെ നമ്മൾ വേറെ എവിടെയെങ്കിലും പോയി ഉച്ച കഴിഞ്ഞ് നമ്മൾ ലൈവ് ഇടും. എല്ലാവരുടെയൊക്കെ വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യും. അതൊക്കെ തന്നെ സുപ്പുവിൻ്റെ പണികൾ. ഞാൻ വേഗം ഒന്ന് അരിയട്ടെ. അങ്ങനെ സുപ്പ് കൂട്ടി തോരനെല്ലാം അരിഞ്ഞ് ചതച്ച് വെച്ചിട്ടുണ്ട്. ബീൻസ് തോരനെ കടുക് വറക്കാൻ എണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ചറപറ എന്നും പറഞ്ഞ് നമ്മൾ കടുക് അങ്ങോട്ട് പൊട്ടിക്കും. എന്നിട്ട് തോരൻ അങ്ങോട്ട് വാരിയിടും. എന്നിട്ട് ഉപ്പിട്ട് ഇളക്കി അടച്ച് വയ്ക്കും. നമ്മുടെ മീൻകൂട്ടൻ ഉപ്പ് കുറവുണ്ടായിരുന്നേ, നിങ്ങൾ പറഞ്ഞില്ലല്ലോ. സുപ്പേ ഇച്ചിരി ഉപ്പും കൂടെ വേണമെന്ന് നിങ്ങളാരും പറഞ്ഞില്ല. ഞാൻ ഇച്ചിരി അഡ്ജസ്റ്റ് ചെയ്തിട്ടേ കേട്ടോ. നമുക്ക് ഉപ്പൊന്ന് നോക്കാം. ഇപ്പോഴാണ് കറക്റ്റായി കേട്ടോ. കറക്റ്റായി കേട്ടോ. കൂടുതൽ ഉപ്പ് നോക്കണ്ട. ഉപ്പ് നോക്കി ഞാൻ ഭരണിയുടെ കൂട്ടായി കേട്ടോ. എല്ലാവരും പറയും ഞാൻ ഭരണിയുടെ കൂട്ടായത്. അതുകൊണ്ട് 2 പ്രാവശ്യം ഉപ്പ് നോക്കിയാൽ മതി കേട്ടോ. മൂന്നാമതൊരു ഉപ്പ് നോട്ടം വേണ്ട നീ അല്ലേ? മൂന്നാമത് നോക്കണം വേണ്ട. അപ്പോഴേ നമ്മുടെ പാണ്ടിമുളക് അങ്ങ് തീർന്നു കേട്ടോ. കടുക് വറക്കാൻ വെച്ചിരുന്ന പാണ്ടിമുളക് അങ്ങ് തീർന്നത്. അതുകൊണ്ട് ഞാനിന്ന് കടുകും മുളകും കൂടി ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. തോരൻ മിണ്ടന്റെ ഇവിടെ വരുവാ നിക്കേ. ചൂടുള്ള തരാം നിക്കേ. ചാവത്തില്ലല്ലോ വെള്ളം കുടിക്കാതെ. ചാവത്തില്ലല്ലോ വെള്ളം കുടിക്കാതെ. ആരെങ്കിലും വെള്ളം കുടിക്കുന്ന സത്ത ചരിത്രം കേട്ടിട്ടുണ്ടോ? നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. നമ്മുടെ ഫോൺ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഫോട്ടോ എടുക്കുമോ അതിന്? നമുക്കൊന്ന് ഇളക്കി വെക്കാം. നമ്മുടെ മീനൊക്കെ സെറ്റായി കേട്ടോ. മീൻകറി സെറ്റായി. മത്തി അടച്ചു വെച്ച് നമുക്ക് വേവിക്കാം കേട്ടോ. നമ്മുടെ തോരൻ കുട്ടനെ ഈ കുറച്ചിട്ട് വേവിക്കാം. അങ്ങനെ എപ്പോഴും വേവിക്കാവൂ കേട്ടോ. അകത്ത് പറക്കി വെക്കണം. ഓക്കെ, ഇച്ചിരി കൊണ്ടൊന്ന് പറ്റട്ടെ. നമ്മുടെ തോരനെ ഒന്ന് വേവട്ടെ. നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ വെക്കണം കേട്ടോ. നമ്മുടെ മീൻകറിയൊക്കെ ഇച്ചിരി ഒന്ന് വറ്റി വന്നു. ഇനി അടുത്തതായിട്ട് നമ്മുടെ സ്റ്റേജിൽ പാവയ്ക്ക മെഴുക്ക് പുരട്ടി കേട്ടോ. നമ്മുടെ തോരൻ കുട്ടനെ അപ്പുറത്തോട്ട് എടുത്ത് വെച്ചു. ഇപ്പുറത്തോട്ട് നമുക്കിനി നമ്മുടെ പാവയ്ക്ക മെഴുക്ക് പുരട്ടി വെക്കാം കേട്ടോ. ഒത്തിരി ദിവസമായി കേട്ടോ. ഇന്ന് എനിക്ക് നമ്മുടെ വണ്ടിക്കാർ വരുമല്ലോ, അവർ വന്നപ്പോൾ എനിക്കൊരു കൊതി വന്നേ. പിള്ളേരൊന്നും കഴിക്കത്തില്ല. എൻ്റെ ആഗ്രഹം സഫലമാക്കാൻ ഞാൻ ഇന്ന് പാവയ്ക്ക വാങ്ങിച്ചു. പിള്ളേർ കഴിക്കത്തില്ല, കയ്പായത്. എനിക്കും അത്ര ഇഷ്ടമൊന്നുമില്ല. പിന്നെ കണ്ടപ്പം തോന്നി എണ്ണയ്ക്കകത്തൊക്കെ ഇട്ട് മൂത്തൊക്കെ വരുമ്പോഴേ തെറ്റാവുമേ കേട്ടോ. എൻ്റെ ദൈവമേ, ഈ സൂര്യനമ്മാവൻ എവിടെ പോയടേ? എന്തൊരു കഷ്ടമെന്ന്.
തുണികൾ നമ്മൾ കഴുകിയിട്ട് തോരും, പക്ഷേ അങ്ങനെ നനവാണ്. നനവല്ല, ചൂടടിക്കാത്തത് കൊണ്ട്. വെയിലടിച്ചാലല്ലേ തുണിക്കൊരു ഇത് തരത്തുള്ളൂ. എന്ത് ചെയ്യാമെന്ന് പറ. താമസിച്ച് പോയി ഇച്ചിരി കേട്ടോ. സാരമില്ല, എന്നും കറക്റ്റ് സമയത്ത് കഴിച്ചാലും ഇതേ ഒരു ദിവസം നമുക്ക് വയറിനൊരു ഇടവേളയൊക്കെ വേണം. ഇച്ചിരി താമസിച്ചൊക്കെ കഴിച്ചാൽ മതി. അയ്യോ, ഇന്നലെ ഈ സമയത്തുണ്ടല്ലോ ഞാൻ ഛർദിച്ച് പണ്ടാരം അടങ്ങി. ഈ സമയത്ത് അയ്യോ, ഈ സമയം എന്ന് പറഞ്ഞാൽ ഏത് സമയമാണെന്ന് ഞാൻ നിങ്ങളോട് പറയത്തില്ല കേട്ടോ. ഈ സമയം എന്ന് പറഞ്ഞാൽ ഏത് സമയമാണെന്ന് ഞാൻ നിങ്ങളടുത്ത് പറയത്തില്ല. ഞാൻ പറഞ്ഞില്ല ഇച്ചിരി ലേറ്റായി പോയെന്ന്. സാരമില്ല. അപ്പോഴും നമ്മളിതേ അതിവിദഗ്ധമായിട്ട് പാവയ്ക്ക അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. 2 പച്ചമുളകും കൂടെ, തേങ്ങാക്കൊത്തൊക്കെ ഇട്ടാൽ നല്ലതാണ്. ഇവിടെ തേങ്ങയ്ക്കൊക്കെ എന്താണ് വില കേട്ടോ. അപ്പോഴിതിനകത്ത് തേങ്ങാക്കൊത്ത് ഇടണ്ടല്ലേ. വേണമെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യും. പക്ഷെ ഞാൻ തിരികിയതാണ്. തിരികിയ തേങ്ങയല്ലല്ലോ നമുക്ക് വേണ്ടത്. ഇങ്ങനെ കഴുത്തി ഇടണ്ടേ. അങ്ങനെയാണെങ്കിൽ അതൊരു രസമുള്ളൂ. ഇനിയിപ്പോൾ അടുത്തത് പൊട്ടിക്കണമെങ്കിൽ ഇന്നത്ര തേങ്ങ ഞാൻ എടുത്തു. എൻ്റെ ദൈവം, രാവിലെ പുട്ട് തള്ളി മറിക്കാൻ വേണ്ടി ഒരു തേങ്ങ എടുത്തു. ഇപ്പം മീൻ അരയ്ക്കാനേ കുറച്ചെടുത്തു. അത് കഴിഞ്ഞ് തോരൻ ചതയ്ക്കാൻ നമ്മളെടുത്തു. എടാ എന്തുവാണ് ഇത്? 2 മുളകും കൂടെ തപ്പിപ്പറക്കിയൊക്കെ എടുത്ത് നമുക്ക് മെഴുക്കുരട്ടി വയ്ക്കാം കേട്ടോ. കുറച്ചേ എടുത്തുള്ളൂ. വലിയൊരു പാവയ്ക്കായിരുന്നു. തപ്പി എടുക്കട്ടെ മുളക്. ഇതിനാന്ന് എനിക്ക് അറിയത്തില്ല. പെരക്കി നമ്മുടെ തോരൻകുട്ടൻ ഇവിടെ വെന്ത്. ഉപ്പൊന്ന് നോക്കട്ടെ. ഉപ്പ് വെച്ചതുകൊണ്ട് പറയണ്ട കേട്ടോ. സൂപ്പർ, അടിപൊളിയാണ്. തോരൻ, ബീൻസ് തോരൻ. നമ്മൾ ചതച്ചാണ് ഇട്ടത് കേട്ടോ. ചതച്ചാണ് ഞാൻ ഇട്ടത്. നമുക്കേ എണ്ണ ഒഴിച്ചു കേട്ടോ. എണ്ണ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പാവയ്ക്കുട്ടനെ പച്ചമുളക് കരിഞ്ഞിട്ട് കേട്ടോ. പാവയ്ക്കുട്ടനെ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. നല്ലവണ്ണം ചൂടായിട്ടില്ല എണ്ണ. അതാണ് ചുവന്ന് കേൾക്കാത്ത. ചൂട് കേൾക്കുമല്ലോ നല്ലതായിട്ട്. നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ച് ആദ്യം ഞാൻ കുറച്ചേ ഉപ്പ് ഇടത്തുള്ളൂ കേട്ടോ. ആദ്യം കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് ഒത്തിരി ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് അവനെ ഒന്ന് അടച്ച് വയ്ക്കണം. നമ്മുടെ പാവയ്ക്ക് കിട്ടണം. ഞാൻ തേങ്ങ ഇട്ടില്ല കേട്ടോ. തേങ്ങ തിരികെയതാ, അത് വേണ്ട. മൂക്കട്ടെ എന്തെങ്കിലും കറി കിട്ടണം. ഇന്ന് തട്ടിക്കൂട്ട് കറിയാണ്. നമ്മുടെ പാവയ്ക്കാക്കൂട്ടന് ഞാൻ വെച്ചു. 3/4 പാകമായി കേട്ടോ. 3/4 പാകമായി. എന്നാലും ഒന്ന് നന്നായിട്ട് മൂത്തൊക്കെ വരണമല്ലോ. ഇനി നമ്മളിന്ന് പുളിങ്കറി കേട്ടോ. ഈ പാലക്കാട് പുളിങ്കറി, മുളക് വറുത്ത പുളി എന്നൊക്കെ പറയത്തില്ലേ, അത് ഞങ്ങൾ വേറെ രീതിയിൽ ഞങ്ങളുടെ വീട്ടിൽ ഈ സുപ്പ് ചെയ്യും കേട്ടോ. അതാണ് ഇന്ന് കറി. നമ്മുടെ അത്ര വെള്ളത്തിലല്ലോ സുപ്പിൻ്റെ വെറൈറ്റി കറി നിങ്ങൾ കണ്ടോണം കേട്ടോ. ഇവിടെ എല്ലാവർക്കും ഇഷ്ടം കേട്ടോ. അത് നമ്മൾ എണ്ണ ഒഴിച്ചു, കടുക് ഇട്ട് കൊടുത്തു. ഞാൻ പറഞ്ഞില്ലേ നമുക്കിന്ന് മുളകും ഇല്ല, ഇനി വാങ്ങിച്ചു വെക്കത്തുള്ളൂ. ഞാൻ മറന്നുപോയി കേട്ടോ. വാങ്ങിപ്പിക്കാൻ മറന്നുപോയി. അതാണ് സത്യം കേട്ടോ. നിങ്ങളൊന്നും വിചാരിക്കേണ്ട. എന്നും നമ്മളിവിടെ മുളകിട്ടാണ് കടുക്. അപ്പം എനിക്ക് ഈ ചട്ടി വയ്ക്കുന്നത് പേടിയാണ് കൂട്ടുകാരെ. ഭയങ്കരമായിട്ട് പുകയൊക്കെ വരും കേട്ടോ. അപ്പോഴിതേ ചെറിയ ഉള്ളി, വെളുത്തുള്ളി, കായം, കറിവേപ്പില, മല്ലിപ്പൊടി, മുളക് പൊടി. ഇനി നമുക്ക് ഉലുവായൊക്കെ ഇടണം കേട്ടോ. ഇത് കഴിഞ്ഞ് ഇത് നമുക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കേ. ഉള്ളി, ചെറിയ ഉള്ളിയും കായം ഇങ്ങനെ മൂക്കണം. പാലക്കാടൻ മുളക് വറുത്ത പുളി എന്ന് കേട്ടിട്ടില്ലേ? അത് തന്നെ കേട്ടോ. നമ്മൾ വേറെ രീതിയിൽ അങ്ങനെ ചെയ്യുക. മുളകും മല്ലി ഇട്ട് ചെയ്യുക. അവർ
വറുത്ത് പൊടിച്ചൊക്കെ മുളക് നമ്മുടെ കടുക് വറക്കുന്ന മുളകൊക്കെ ഇങ്ങനെ കീറി കീറി ഇട്ടൊക്കെ അത് ചെയ്യും. പിന്നെ നമ്മളിവിടെ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഇതെല്ലാവർക്കും ഇഷ്ടം കേട്ടോ. ഈ പഴങ്കഞ്ഞി കുടിക്കുന്നവർക്കൊക്കെ സൂപ്പറാണ് ഇത് കേട്ടോ. നന്നായിട്ട് കറിവേപ്പില ചേർക്കണം, എന്നാലേ അതിനൊരു ടേസ്റ്റ് വരത്തുള്ളൂ. ഇത് അങ്ങനെ നമ്മുടെ ഇതും കൂടെ നോക്കണം കേട്ടോ. ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ പാവയ്ക്ക മറന്നു പോയത് കേട്ടോ. അതിലേയും കൂടെ ഇടയ്ക്കൊന്ന് നോക്കണം. ഇനി നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില കൂട്ടൊന്ന് പൊട്ടിയൊക്കെ വരുമ്പം അവനൊന്ന് മയങ്ങിയൊക്കെ വരുമ്പം നമുക്കിതേ മുളകും മതി, കുറച്ച് മതി കേട്ടോ. നിങ്ങളുടെ ആവശ്യത്തിനൊക്കെ എടുക്കാം. നിങ്ങൾ വെക്കുന്നെങ്കിൽ ഞാൻ പറഞ്ഞത് മുളക് പൊടിയും മല്ലിപ്പൊടി കേട്ടോ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതിനെ വഴറ്റണം. നന്നായിട്ട് വഴറ്റണം. പുളിവെള്ളം നേരിട്ട് വെച്ചിട്ടുണ്ട്. സൂപ്പ് ഇവിടെ കലക്കി വെച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോഴതിൻ്റെ പച്ച മണമൊക്കെ ഒന്ന് മാറുമ്പോഴത്തേന് ഇനി നമ്മുടെ പുളിവെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. പച്ച മണമൊക്കെ മാറിയല്ലോ, മണം വന്നല്ലോ, മൂത്തതിൻ്റെ മണം വന്നല്ലോ. നമുക്കിത് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് എത്രയാ കറി വേണ്ടത് അതെല്ലാം ചേർത്ത് കഴിഞ്ഞു. അതിൻ്റെ ഇടയ്ക്ക് നമുക്കൊരു കോളൊക്കെ വന്നു കേട്ടോ. കോളൊക്കെ വന്ന് ഞാൻ കട്ടാക്കിയതാണ്. അപ്പോഴത്തേ നമുക്ക് കുറച്ച് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. പോരാത്തിന് നമുക്ക് വീണ്ടും ഇട്ട് കൊടുക്കാം നോക്കിയിട്ട് കേട്ടോ. ഇത് നമുക്ക് തിളയ്ക്കുമ്പോഴാണേ നമ്മുടെ ഉലുവാപ്പൊടി ഉണ്ടല്ലോ. നമുക്ക് കടുക് വറക്കുമ്പോഴും മുഴുവൻ ഉലുവയാണെങ്കിൽ അതിട്ട് കൊടുക്കാം. അതെല്ലാം പോരാ, നമുക്ക് തിളയ്ക്കുമ്പോൾ ഇട്ട് കൊടുക്കുന്നതാണ് സ്വാദ്. എൻ്റെ ഒരു നിഗമനം. നിങ്ങളുടെ നിഗമനം എനിക്കറിയത്തില്ലല്ലോ. അപ്പോഴേ നമ്മുടെ പാവയ്ക്കൂട്ടനൊക്കെ മൊരിഞ്ഞൊക്കെ വന്നു. നമ്മുടെ ഇരുമ്പ് ചീനച്ചട്ടിക്കകത്താകുമ്പോഴേ എളുപ്പം വരെയുടെ ഉപ്പ് നോക്കിയില്ല കേട്ടോ. ഉപ്പ് നോക്കാതെ കൊണ്ടുകൊടുത്താല ഓടിച്ചിട്ട് അടിക്കല്ലേ. ഞാൻ എല്ലാത്തിനും ഉപ്പ് നോക്കും, എനിക്ക് പേടി കേട്ടോ. കയ്പാറേ ചിലരരിഞ്ഞാലും ഭയങ്കര കയ്പാണ്. സുപ്പ് അരിഞ്ഞാലും കയ്പാണ് കേട്ടോ. നാളിൻ്റെ ആണെന്ന് പറയുന്നേക്കെ, എനിക്കറിയത്തില്ല കറക്റ്റായിട്ട്, എനിക്ക് അറിയാൻ മേല കേട്ടോ. അപ്പോഴേ സെറ്റായി നമ്മുടെ പാവയ്ക്കൂട്ടൻ. പൊരിക്കാനിട്ടിട്ട് ചില ദിവസം കൊണ്ടല്ലോ മൊരിഞ്ഞ് പോയി കരിഞ്ഞുണങ്ങി വരും കേട്ടോ. അത് വേണ്ട കേട്ടോ. തീ ഓഫാക്കി നമ്മുടെ കറിക്കുട്ടന്ന് തിളച്ച് വരട്ടെ കേട്ടോ. തിളച്ച് വരുമ്പോൾ ഉപ്പ് നോക്കിയില്ലല്ലോ, അതിൻ്റെ ഉപ്പ് നോക്കാം നമുക്ക്. നല്ലൊരു കറി കേട്ടോ. വെറും പുളി, നമ്മൾ പറയുന്നത് വെറും പുളി. ഒന്നും ഇല്ലാതിരിക്കുമ്പോൾ പണ്ടുള്ള അമ്മമാരൊക്കെ ചെയ്യുന്ന കറികളാട്ടെ ഇതൊക്കെ. നമുക്കുണ്ട്. ഞാൻ പിന്നെ ഒത്തിരി ദിവസം ഇത് വെച്ചിട്ട് കേട്ടോ, അതുകൊണ്ടാണ് വയ്ക്കുന്നത്. നമ്മുടെ കറിക്കൂട്ടലൊക്കെ തിളച്ച് വരുന്നു കേട്ടോ. കഴിഞ്ഞ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു കള്ളി പെണ്ണുങ്ങൾക്ക് ചെയ്യാൻ പറ്റിയൊരു പണി കേട്ടോ. ഒരു കറി നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്ത് നോക്കേട്ടോ. ഞാൻ പിന്നെ വലിയ വിശദമായിട്ടൊന്നും നമ്മൾ പറയത്തില്ല. ഓരോ സ്ഥലത്തും ഓരോ രീതിയിലുള്ള കറികളാണ് വയ്ക്കുന്നത് അല്ലേ. നമുക്ക് ഇഷ്ടപ്പെടത്തില്ല ചിലയിടത്തെ കറി. ചിലയിടത്ത് വെളുത്തുള്ളി ചേർക്കുകയാണെങ്കിൽ നമ്മൾ ചിലപ്പം ചുവന്നുള്ളി ആയിരിക്കും, അങ്ങനെ അല്ലേ. പക്ഷെ ഇത് സൂപ്പറാണ്. ഇതിന് കടുക് വറക്കുമ്പോൾ ചെറിയ ഉള്ളി നന്നായിട്ട് ചേർക്കണം. പിന്നെ കറിവേപ്പില നല്ലോണം ചേർക്കണം. അതിൻ്റെ ആ ഒരു നല്ലൊരു മണം വരും കേട്ടോ. പിന്നെ കായം, ഞാൻ കട്ടക്കായം NS, പരസ്യമൊന്നുമല്ല, സൂപ്പ് NSൻ്റെ കായം ഇവിടെ വാങ്ങിക്കുന്നത്. അപ്പോൾ നമ്മുടെ കറികളൊക്കെ ഏകദേശം ഒത്തിരി അങ്ങ് തിളയ്ക്കേണ്ട, എന്നാൽ തിളക്കുകയും വേണം കേട്ടോ. അപ്പോൾ നമ്മുടെ കറികളൊക്കെ സെറ്റായി. ഇപ്പോഴേ ചോറിനൊന്നും വേണ്ട, കുറച്ച് പാത്രം കഴുകാനുണ്ട്. ഇവിടെ ഒന്ന് തുടച്ചൊക്കെ ഇട്ടിട്ടല്ലേ നമ്മൾ എന്തായാലും അടുത്ത പണി ഒന്നുമില്ല, ഇന്നൊന്നുമില്ല കേട്ടോ. നമ്മളപ്പുറത്ത് ഇന്ന് ലൈവൊക്കെ ഇടും, അത്രയൊക്കെ ഉള്ളു പണി കേട്ടോ.
രാവിലെ സത്യം പറഞ്ഞ ഒന്നും കഴിച്ചില്ല കേട്ടോ ഇന്ന്. സുപ്പുവിൻ്റെ പങ്ക് പുട്ട് അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു, ഇങ്ങോട്ട് ഓടുന്നു അങ്ങോട്ട് ഓടുന്നു, ഇങ്ങനെ കിടക്കുകയാണ്. ഞാൻ കഴിച്ചില്ല കേട്ടോ, കഴിച്ചില്ല. അതിന് ഉച്ചയ്ക്ക് ചോറ് കഴിക്കല്ലേ. അപ്പോൾ നമ്മുടെ അടുക്കള വിശേഷം ഇതൊക്കെ തന്നെയുള്ളൂ. എന്താ ചോറും കറിയും വെപ്പും, അതാണ് ഞാൻ ഈ കൂടുതൽ അത് എടുക്കാത്തതെന്ന് വെച്ചാൽ എനിക്കും തോന്നുന്നു മനസ്സിനകത്ത് ഒരു എന്താ വെട്ടക്കുറവ് എന്തോ പോലെ. അതുകൊണ്ടാണ് ഞാൻ കൂടുതലും നമ്മുടെ അടുക്കള വിശേഷങ്ങൾ കാണിക്കാത്തത്. ഇന്നിപ്പോൾ പോരാത്തതിന് ഒട്ടും വെട്ടമില്ല കൂട്ടുകാരെ, ഒട്ടും വെട്ടമില്ല. എന്നാലും നമ്മൾ അഡ്ജസ്റ്റൊക്കെ ചെയ്ത് നമ്മൾ ഇവിടെ വരെയൊക്കെ എത്തി കേട്ടോ. അപ്പോൾ ഇതേ ഉള്ളൂ, ഇത്രയുള്ള കേട്ടോ സുപ്പിൻ്റെ പിന്നെ എന്താ അടുക്കളയിലെ നമ്മൾ ഉണ്ടാക്കുന്ന കറികളൊക്കെ ഞാൻ ഒന്ന് കാണിച്ചൊരു ഫുഡൊക്കെ കഴിക്കുന്നത് എങ്ങനെ ഓരോരുത്തരും ഓരോ സമയത്ത്. സരസൂന് ഒരു 12:30 ആകുമ്പോഴത്തേന് ചോറ് കൊടുക്കും, പിന്നെ ഞങ്ങൾ ഒരു 2 മണിയൊക്കെ ആകുമ്പോഴത്തേനെ കഴിക്കത്തുള്ളൂ. അപ്പോഴേ പിന്നെ നമ്മളെങ്ങനെ വീഡിയോ എടുക്കും, ഓരോരുത്തരും അവരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് ഇവിടെ കഴിക്കുന്നത്. അപ്പോഴേ നമ്മൾ എന്താ വീഡിയോ എടുക്കുന്നത്. അപ്പോഴേ ശുഭം നമ്മൾ ഒത്തിരി അങ്ങ് ഇട്ട് തിളപ്പിക്കേണ്ട, കഴിഞ്ഞു നമ്മുടെ പരിപാടി സെറ്റായി. അപ്പോൾ ഒത്തിരി നേരം കഴിയുമ്പോൾ നല്ലൊരു വാസനയൊക്കെ വരും കേട്ടോ അടുക്കളയിൽ. അപ്പോഴിന്നത്തെ നമ്മുടെ എന്താ അടുക്കളയിലെ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞു. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതേ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നല്ല വിശേഷങ്ങളും നല്ല ടിപ്പുകളും ഒന്നുമില്ല, നമ്മുടെ അടുക്കള വിശേഷങ്ങളുമായിട്ടൊക്കെ ഇടയ്ക്കൊക്കെ വരാം. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി.